അപ്പോൾ അതേ ഞങ്ങൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇറങ്ങിയേക്കേണ്ട വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്കിനി കാണാം വാട്ടർഫോൾസ് രാത്രി കാഴ്ചകൾ. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണണേ. അപ്പോൾ നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്ന് ഒരു 6-7 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നയാഗര ഫോൾസിൽ ഒരു ഹോട്ടലിലെത്തി. അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഉള്ളൂ ഈ ഫോൾസിലേക്ക്. അപ്പോൾ അതേ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതേ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ. സാധാരണ അങ്ങനെ ഇത്രയും ദിവസം രാവിലെ തുടങ്ങിയ യാത്രയിൽ അങ്ങനെ മഴയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയില്ല കേട്ടോ. അതേ മഴയൊക്കെ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ അതേ ഈ കവാടത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ടാണ് ഈ വാട്ടർഫോള്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൻ്റെ നോക്കിക്കണ്ടേ ഇവിടെ നിറച്ച് ഇങ്ങനെ ഈ Airbnb വഴി ഇങ്ങനെ താമസിക്കുമല്ലോ ടൂറിസ്റ്റുകൾ, അതിൻ്റെ വീടുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഹോട്ടൽസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വിലയാണ് കേട്ടോ ഈ റൂമുകൾക്കൊക്കെ. ഈ എന്താ പറയുക, നമ്മുടെ ഈ ഫോൾസിനോട് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള ബാൽക്കണികളൊക്കെ ഉള്ള റൂമുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഹോട്ടൽസുകളൊക്കെ ഇങ്ങനെ നിരന്ന് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറേ അട്രാക്ഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ എന്താ പറയുക, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കുറേ അട്രാക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അതേ ഇത് കണ്ടില്ലേ, രാത്രി ആയപ്പോഴത്തേനും നല്ല തിരക്കാണ്. ഇങ്ങനെ ഇത്രയും തിരക്കുണ്ടാവുമെന്നൊന്നും നമ്മൾ വിചാരിച്ചേ ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ രാത്രിയിൽ ഇവിടെ ഫോൾസിൽ ലൈറ്റ് ഷോ ഉണ്ട്, പിന്നെ ഈ ഫയർ വർക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കാണ്. നല്ല ഭംഗിയുള്ള വണ്ടികളൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഞാനൊന്നും വീഡിയോയിലൊന്നും പകർത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് കടക്കണതിന് ഇതൊരു പാർക്കാണ്. പാർക്കും ഗാർഡനും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പക്ഷേങ്കിൽ ഇവിടെയൊന്നും അങ്ങനെ കറങ്ങണമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം വാട്ടർഫോൾ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നടക്കണത്. അപ്പോൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഫോൾസ് കാണാനായിട്ട്. രാത്രി നല്ല തിരക്കാണ്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഫോൾസിൻ്റെ ആ ഭാഗത്തേക്കാണ് നടക്കണത്. അപ്പോൾ അതേ നമ്മളങ്ങനെ നടന്നതേ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ നദി, നയാഗര നദി. ഈ നദി ഒഴുകി ചെല്ലണതാണ് നയാഗര ഫോൾസ് ആയിട്ട് മാറണത്. അപ്പോൾ ഈ ഫോൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 3 ഫോൾസ് കൂടുന്നതാണ് കേട്ടോ ഈ നയാഗര ഫോൾസ്. അതിൻ്റെ സൗണ്ട് കേട്ടാൽ എന്ത് രസമാണല്ലേ. നല്ലൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതേ ആ നേരെ കാണുന്ന ബിൽഡിങ് കണ്ട ലൈറ്റൊക്കെ തെളിച്ചേക്കണത്, അതാണ് ഈ കാനഡ. അപ്പോൾ ഈ കാനഡയുടെയും ഈ അമേരിക്കയുടെയും നടുവിലൂടെയാണ് ഈ ഫോൾസ് പോണത്. അപ്പോൾ ഈ 3 ഫോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ഫോൾസ് കൂടി ചേരുമ്പോഴാണ് ഈ നയാഗര ഫോൾസ് ആവണത്. അതിൽ ഒരെണ്ണം കാനഡയിലും ബാക്കി 2 എണ്ണം അമേരിക്കയിലും ആണ്. അപ്പോൾ അതിൽ ഇങ്ങനെ എല്ലാം ഒന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റൂല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ബോട്ടിങ്ങിനൊക്കെ പോയാലാണ് 3ഉം വ്യക്തമായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അതിൽ ഒരു ഫോൾസിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ലൈറ്റ് ഷോ കാണുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വന്നപ്പോഴത്തേനും നല്ല തിരക്കാണ്. നമുക്കിവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ. എല്ലാവരും വേഗം തന്നെ വന്നിട്ട് സ്ഥലമൊക്കെ പിടിച്ച് നല്ല ഭാഗം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അതിൽ കൂടി നൂണ്ട് കയറി വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ സ്പേസ് നോക്കി നടക്കുക കേട്ടോ. പക്ഷേ എങ്കിൽ നല്ല തിരക്കാണ്. എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല തിരക്കാണ്. പക്ഷേ എല്ലാവരും നമ്മളെ പോലെ തന്നെ ഇങ്ങനെ കാണാൻ വന്നേക്കുമല്ലേ.
നമുക്കിവിടെ കൂടുതലായിട്ട് ഇന്ത്യൻസിനെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് ഇന്ത്യക്കാരെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ഇത് കണ്ടില്ലേ, നമ്മളങ്ങനെ വാട്ടർഫോൾസ് കണ്ടു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്താ പറയുക, നല്ല ഒഴുക്കിലാണ് ഇതങ്ങോട്ട് പോകുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് മൂവിങ് വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ ഇതിനെ പറയണത്. ഏറ്റവും ഉയരത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ഫാസ്റ്റസ്റ്റ് മൂവിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ഇനിയിപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഒരു ഫേസ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ധൃതിക്ക് അങ്ങോട്ട് പോവുക കേട്ടോ, കാരണം സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളും ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ആ പാലത്തിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് പോണത്. നല്ല തിരക്കാണ്, ഇത് കണ്ടില്ലേ, ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ നിൽക്കാനായിട്ട്. അങ്ങനെ നമ്മളങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയിട്ടാണ് നമ്മൾ ഈ ബോട്ടിംഗ് ഒക്കെ നടത്തണം കേട്ടോ. ബോട്ടിംഗ് എന്ന് പറഞ്ഞത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിങ്ങിന് തന്നെ പോകണം. അതിപ്പോൾ രാത്രിയും ഉണ്ട്, അതുപോലെ തന്നെ പകലും ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ രാത്രി അതിലൊന്നും കയറണില്ല. രാത്രി ഇപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഷോ കാണുക, അതുപോലെ തന്നെ ഫയർ വർക്ക് കാണുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കണത്. അങ്ങനെ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ നമ്മൾ ആ സംഗതി കണ്ട്, ഇതാണ് മോനെ നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ അടിപൊളി വൈബാണ്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ആ ലൈറ്റ് ഷോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നേ, ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു കേട്ടോ. ഞാൻ കൂടുതലായിട്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ഇങ്ങനെ വെള്ളത്തിനെയാണ്. അങ്ങനെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെ മ്യൂസിക് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ലൈറ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടല്ലേ, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ലൈറ്റ് മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പല പല കളറിലായിട്ട് ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ വരും. അത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് എത്ര വീഡിയോ എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവിടെ വന്നേക്കണ എല്ലാവരും തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. വലിയവരും കുട്ടികളും ഒക്കെ ഇങ്ങനെ തിക്കി തിരക്കി ഇത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ഇതായിരുന്നു. അതുപോലെ തന്നെ ഈ ലൈറ്റ് ഷോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഭയങ്കര കയ്യടിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞാനും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട്, എനിക്കും എത്ര എടുത്തിട്ടും അങ്ങനെ മതിയാവണമെന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. ഇതിപ്പോൾ വീഡിയോ കൂടി നിങ്ങൾക്ക് എത്രമാത്രം അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും നേരിട്ട് കാണാനായിട്ട് പൊളി ലുക്കായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, എനിക്കിതിനെ എങ്ങനെ വർണ്ണിക്കണമെന്ന് മനസ്സിലാവണില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര രസമായിരുന്നേ, അത്രക്ക് ഗംഭീരമായിരുന്നു ഈ ഒരു കാഴ്ച. അതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ വീണ ആ ഒരു ഇത് കണ്ടോ. അങ്ങനെ ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫയർ വർക്കും അതുപോലെ തന്നെ ലൈറ്റ് ഷോയൊക്കെ. അപ്പോൾ അത് കാനഡയുടെ ഭാഗത്തായിട്ടാണ് ആ ഫയർ വർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ കാണാൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ US-ലുള്ള പോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു വൈബ്. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താ തിരക്കി, എന്ത് തിരക്കാണെന്ന് നോക്കിയേ, കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ എങ്കിൽ കുറേ പേരൊക്കെ ഇപ്പോഴും അവിടെ നിന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് സൈഡിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, പിന്നെ ഫുള്ള് ആളുകൾ ഇന്നിങ്ങനെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ആർക്കും ഇവിടുന്ന് ഇങ്ങനെ പോകാനേ തോന്നണില്ല. ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അത് എത്രമാത്രം ക്ലിയർ ആവും എന്നെനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ഇരുട്ടിലാണ് കേട്ടോ മൊത്തത്തിൽ. കാരണം വെച്ചാൽ രാത്രി കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് ഇതിൻ്റെയൊക്കെ തിരക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഫുൾ ഗാർഡനാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴ ഇതുമാതിരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ശക്തമായ മഴയൊന്നുമില്ല, ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ പോലെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെട്ടത്തിൽ കിട്ടണ പൂക്കളും ഒക്കെ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും ഇങ്ങനെ ഇരുട്ടായതുകൊണ്ടേ ചില ഭാഗങ്ങളിലെ പൂക്കളൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നയഗ്ര ഫോൾസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഇത് പാർക്കിൻ്റെ പേരൊക്കെ എഴുതിയേക്കണ ഭാഗമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കണ സാധിക്കും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പൂക്കളാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ എനിക്ക് വെട്ടം ഇങ്ങനെ കുറവായതുകൊണ്ടേ ക്ലിയറായിട്ടൊന്നും കിട്ടണില്ല. പക്ഷേ എങ്കിൽ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. പല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് നോക്കി ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കുക കേട്ടോ. ഈ സമയം കുറേ അങ്ങോട്ട് ലേറ്റ് ആയതുകൊണ്ട് എല്ലാ റെസ്റ്റോറൻറ്റുകളും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്തൊക്കെ കുറച്ച് തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ മൊത്തം ബർഗറുകൾ അങ്ങനത്തെ ഫുഡുകളൊക്കെ ആയിരുന്നു, മോമോസ് അങ്ങനത്തെ ഫുഡുകളൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു മിക്കതും. പിന്നെ ചിലതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓപ്പൺ. അതൊക്കെ ഇങ്ങനെ ബർഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ അവിടെ ഇരിക്കാനൊക്കെ ഇത്തിരി സൗകര്യം കുറവാണ്, നമ്മൾ നിന്നൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതലൊന്നും ഇവിടെ അങ്ങനെ നിന്നില്ല കേട്ടോ. ഇങ്ങനെ നിന്ന് കഴിക്കണ്ടേ, അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നൊന്നും അങ്ങനെ വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ നമ്മളങ്ങനെ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് എല്ലാ റെസ്റ്റോറൻറ്റും ക്ലോസ് ചെയ്തു. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 8:30-9 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും വഴിയിൽ ഇങ്ങനെ തട്ടുകടകൾ പോലെയൊക്കെയാണ് കണ്ടത്. വീണ്ടും ഇത് കണ്ടില്ലേ തട്ടുകടകൾ. ഇവിടെയൊക്കെ ഇങ്ങനെ ഇഡ്ഡലി, ഇങ്ങനെ ദോശ അതൊക്കെ കാണാൻ സാധിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതം തോന്നി. എവിടെയും ദോശക്കടകളൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ദോശ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നിയായിരുന്നു. പക്ഷേ ഇങ്ങനെ നിന്ന് കഴിക്കണത് കൊണ്ടിട്ടേ നമ്മൾ പിന്നെ അവിടെയൊന്നും കയറിയില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്നതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ ഈ ആകെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഓപ്പൺ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ അവൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇവിടെ ബഫേ ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്, ഈ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ അവിടെ ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബഫേ ഫുഡ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, മട്ടൻ ബിരിയാണി, പിന്നെ വൈറ്റ് റൈസ്, ചിക്കൻ, വെജിറ്റബിൾസ്, അങ്ങനെ ഒരുപാട് ഡിഷസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സാലഡ് ഐറ്റംസുകളും കുറേ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറുകളൊക്കെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പായസം, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഐറ്റംസുകൾ. അങ്ങനെ നമ്മളങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ അങ്ങനെ വാങ്ങി. അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഫുഡിന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വേറെ റെസ്റ്റോറൻറ്റുകളൊന്നും ആ ഭാഗത്ത് പിന്നെ ഈ നേരമായതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഇറങ്ങി. അപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ട ഹൈവേ കണ്ടോ, അത് ഈ കാനഡയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിലൊക്കെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ പാസ്പോർട്ടൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോകാനായിട്ട് നിന്നില്ല, അതിനുള്ള സമയവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പകൽ കാഴ്ചകൾ അടിപൊളിയാണ്. ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.